അടിപൊളിയല്ലേ? ഇത് ഭംഗിയല്ലേ? അവിടുത്തെ വേറെ കളറാട്ടോ, അപ്പുറത്ത് മഞ്ഞാണ്, ഇത് ചെറിയ റെഡിഷാണ്. അടിപൊളി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കമ്പന്തേനി യാത്രക്കിടയിൽ കണ്ട ഒരു അടിപൊളി ബന്ദിപ്പാടമാണ്. നമ്മൾ റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ജസ്റ്റ് ഈ കളറ് കണ്ടിട്ടാണ് നമ്മൾ വണ്ടി നിർത്തുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ ചായക്കടയിലുള്ള ഒരു മലയാളിയായ നമ്മുടെ കോട്ടയം പുതുപ്പള്ളിക്കാരനായിട്ടുള്ള ഒരു ചേട്ടൻ്റെയാണ് ഈ ബന്ദിപ്പാടം. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞങ്ങൾ ജസ്റ്റ് അനുവാദം ചോദിച്ചിട്ട് നേരെ ഈ പാടത്തേക്ക് ഇറങ്ങുമായിരുന്നു. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ബന്ദിപ്പാടമാണ്. 2 കളറിലുള്ള ബന്ദിപ്പൂക്കളാണ് അവിടെ നിറച്ച് നിൽക്കുന്നത്. ഒന്ന് നല്ല മഞ്ഞയാണ്, ഈ കാണുന്ന കുറച്ച് റെഡിഷ് ആയിട്ടുള്ള മഞ്ഞയാണ്, അപ്പുറത്ത് പ്യുവർ യെല്ലോ ഉണ്ട്. അങ്ങനെ 2 കളറിലാണ് കാണുന്നത്. അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. നല്ല രസമാണ് ഗൈസ് കാണാൻ, നല്ല രസമാണ്. ഹരിയും പാറും ഇതിനിടക്കൂടിയൊക്കെ ഓടി നടപ്പുണ്ട്. ഈ തോട്ടം നടത്തുന്ന ആൾ ഇതിനടുത്ത് തന്നെ ഒരു ചായക്കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ കുറച്ച് ബിസി ആയിപ്പോയി, നമുക്ക് പുള്ളീനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഞാൻ ജസ്റ്റ് പുള്ളിയുടെ കൂട്ടത്തിൽ ഒരു സെൽഫി എടുത്തിട്ടുണ്ട്. ആൾ കോട്ടയം പുതുപ്പള്ളിക്കാരനാണെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ ഇറിഗേഷൻ സിസ്റ്റമൊക്കെ ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. നമ്മുടെ പൈപ്പിൽ വെള്ളം അവിടെ വന്നിട്ട് അത് തുറന്നു കഴിയുമ്പോൾ ഇതിനിടക്കൂടി ചാല് കീറി കൊടുക്കുകയാണ്. ഓരോ സൈഡിലേക്ക് വെള്ളം കടത്തി വിടുന്ന രീതിയിൽ ചാല് കീറി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതിലൂടെ കൃത്യമായിട്ട് വെള്ളം എല്ലാ ചെടികൾക്കും എത്തും. വളരെ മനോഹരമായ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരേ ഹൈറ്റിലാണ് ഈ ബന്ദിയെല്ലാം വളർന്നു നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയാണ്. പൂക്കൾ ഹാർവെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ വളരെ എളുപ്പമാണ്. ഏകദേശം രാവിലെ 3 മണിക്ക് പൂ പറിക്കുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. 5 മണിക്കുള്ളിൽ മാർക്കറ്റിൽ എത്തിക്കണം, എന്നാലേ ഇത് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം എല്ലാ ദിവസവും വെളുപ്പിനെയാണ് ഓരോ ദിവസത്തെയും വിളവ് പുള്ളിക്കാരൻ കിള്ളിയെടുക്കുന്നത്. ഇവിടുത്തെ ഇറിഗേഷൻ സിസ്റ്റമാണ് ഈ കാണുന്നത്. ഞാൻ ഈ നിൽക്കുന്ന ഒരു ചാല് പോലത്തെ സ്ഥലമാണ്. ഇതിലൂടെ നടക്കാൻ പറ്റിയ സ്ഥലം ഇതേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ചെടികളാണ്. ഇത് കുഴിവാണ്. ഇതിൽ കൂടിയാണ് വെള്ളം ഒഴുക്കി വിടുന്നത്. ഇവിടെ മണ്ണിട്ട് അടച്ചു വെച്ചേക്കുന്നുണ്ട്. വെള്ളം ഇവിടം വരെ വരുമ്പോൾ ഇവരിത് ബ്ലോക്ക് ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് കയറ്റി വിടുന്നതാണ്. കണ്ടോ, ഇപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴുക്കി വിടാനായിട്ടായിരിക്കും ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണ് ഇവിടെ ഇതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ നമുക്ക് കാണാം. കണ്ടോ, ഈ പൈപ്പ് ആ ടാപ്പ് തുറക്കുമ്പോഴേക്കും വെള്ളം ഇതിനകത്തൂടി വരും. ഇതാ ഈ സത്യ ഗാർഡൻ ഹോട്ടൽ എന്ന് എഴുതിയിരിക്കുന്ന ബോർഡിനടുത്താണ് ഞങ്ങൾ വണ്ടി നിർത്തിയത്. ഈ ചേട്ടനാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരന് എല്ലാ ആശംസകളും. അപ്പോൾ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.